നമ്മുടെ ചെക്ക് പോയിന്റ് 2-ലത്തെ ഫൈനൽ സെഷനാണിത്. ക്യൂബർനെറ്റ്സിന്റെ ഓൾറെഡി സെറ്റിംഗ് അപ്പ് ക്ലസ്റ്റർ എല്ലാം കഴിഞ്ഞ സെഷനിൽ എബിൻ എടുത്തിരുന്നു. അതിന്റെ ഒരു ഹാൻഡ്സ് ഓൺ ആണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. നമ്മുടെ സ്പീക്കർ സിബിൻ ജോൺ ആണ്. സിബിൻ ചേട്ടൻ നമ്മുടെ ഡെവോപ്സ് മലയാളത്തിന്റെ ഒരു കോർ മെമ്പർ ആണ്. നമുക്ക് ഇതിനു മുമ്പും സെഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. He's a platform engineer now, so let's get started. Okay, thank you Varda for the introduction. ഞാൻ എബിന്റെ സ്ലൈഡ്സ് കണ്ടിരുന്നു. അപ്പം നിങ്ങൾ ഈ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാവരും ഇതിന്റെ ഇതിന്റെ ജസ്റ്റ് ബിഫോർ ഉള്ള സെഷനിൽ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ഡിസ്കഷൻ മോഡിൽ പോവാം. എന്തെങ്കിലും ഇതിന്റെ ഇൻബിറ്റ്വീൻ ഞാൻ ചെയ്യുന്നതിന്റെ ഇൻബിറ്റ്വീൻ എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചോദിക്കാം. പിന്നെ ഞാനിപ്പോൾ ക്ലസ്റ്റർ സെറ്റപ്പ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയോ ഒരു എക്സിസ്റ്റിംഗ് ക്ലസ്റ്ററിൽ ഡിപ്ലോയ് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ അത് ഒരു ഓട്ടോമേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ചെറിയ സ്ക്രിപ്റ്റ് വെച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതും കാണിച്ചു തരാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലൗഡ് ക്ലസ്റ്റർ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ലോക്കൽ ക്ലസ്റ്റർ ആണ്. അപ്പം നിങ്ങൾ ട്രയൽ ഔട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ലോക്കലിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും. കാരണം നിങ്ങൾ ക്രെഡിറ്റ് വേണ്ട, ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ക്ലൗഡ് പ്രൊവൈഡറിന്റെ ക്രെഡിറ്റ്സോ ഒന്നും നിങ്ങളുടെ അക്കൗണ്ടിൽ വേണ്ട. അങ്ങനെ ഒരുപാട് എന്താ പറയാ, ഈ ഒരു ഈസിനെസ് ഉണ്ട് നമുക്ക് ലോക്കലിൽ ഒരു ക്ലസ്റ്ററിൽ ട്രൈ ചെയ്യുമ്പോൾ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന കൈൻഡ് എന്ന് പറഞ്ഞൊരു ക്ലസ്റ്റർ ആണ്. കൈൻഡ് എന്ന് പറഞ്ഞൊരു ബൈനറി ആണ്. ഞാൻ ഷെയർ ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്കിപ്പോ ഈ മീറ്റിംഗിന്റെ വിൻഡോ കാണാവോ? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ എനിക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാം. ഒരു മിനിറ്റ്. കാണുന്നില്ല. ഇപ്പൊ കാണാം. ഏത് സ്ക്രീനാണ്? എബിന്റെ ഇതാണോ, സ്ലൈഡ് ആണോ കാണും? അല്ല, മീറ്റിംഗ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്റെ ടെർമിനൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, കൈൻഡ് എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു ബൈനറി ആണ്. ഇത് വിൻഡോസിലും അവൈലബിൾ ആണോ എന്നുള്ളത് ഞാൻ നോക്കണം. മാക്സിമം നോർമലി ലിനക്സിൽ, ഞാൻ മാക് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൽ നമുക്ക് പാക്കേജ് ഇപ്പോൾ ബ്രൂ ഇൻസ്റ്റോൾ എന്നുള്ള ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ കൈൻഡ് എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബൈനറി ഇൻസ്റ്റാൾ ആവും. എന്തുകൊണ്ട് ഞാൻ കൈൻഡ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ലൈറ്റ് വെയിറ്റ് ക്ലസ്റ്റർ ആണ്. ലൈറ്റ് വെയിറ്റ് കുബർനെറ്റിസ് ജസ്റ്റ് സിംഗിൾ നോഡ് ബേസ്ഡ് ഓൺ ഡോക്കർ ആണ്. ഫുൾ ആൻഡ് ഫുള്ളി ഡോക്കർ കണ്ടെയ്നർ. ക്ലസ്റ്ററിന്റെ നോഡ് തന്നെ ഇതിൽ ഡോക്കറിലാണ് ഓടുന്നത്. ഒരു സിംഗിൾ നോഡ് കൺട്രോൾ പ്ലെയിൻ, മാസ്റ്റർ കൺട്രോൾ പ്ലെയിൻ വിത്ത് എന്താ പറയുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റും അതേ കൺട്രോൾ പ്ലെയിനിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഈ കൈൻഡ് എന്ന് പറഞ്ഞ സാധനം, ഈ ക്ലസ്റ്റർ നമ്മൾ ലോക്കലി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാനിപ്പോ കൈൻഡ് ഗെറ്റ് ക്ലസ്റ്റേഴ്സ് എന്ന് കൊടുത്ത്, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു ക്ലസ്റ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ ഇതിൽ കൈൻഡ് ഗെറ്റ് ക്ലസ്റ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലോക്കലിൽ കിടക്കുന്ന ഒരു ഈ മിനി ക്ലസ്റ്റർ ഇതിൽ കാണിക്കും. ഞാൻ ഓൾറെഡി പിന്നെ ഞാൻ ഇതിൽ കുറച്ച് അലയാസ് യൂസ് ചെയ്യുന്നുണ്ട്. അലയാസ് യൂസ് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ നമുക്ക് ഒരു സ്പീഡപ്പ്, എൻ്റെ എന്താ പറയുക, ഹാൻഡ് സ്പീഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അലയാസിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ. സോ ഇങ്ങനെ കുറച്ച് അലയാസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പൊ ഈ ക്യൂബ് സിറ്റിഎല്ലിന് അലയാസ് കെ എന്ന് വിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്യൂബ് സിറ്റിഎൽ മുഴുവൻ ടൈപ്പ് ചെയ്യേണ്ട, കെ എന്ന് യൂസ് ചെയ്താൽ മതി. പിന്നെ ക്യൂബ് സിറ്റിഎല്ലിന് കെ എക്സ്, ക്യൂബിനെസിന് കെ എൻ എസ്, എന്തെന്നൊക്കെ ഇത്. പിന്നെ ജിറ്റിന്റെ കുറെ ലൈൻസ് ഞാൻ അലയാസ് യൂസ് ചെയ്യുന്നത്. അതിന് കാരണം നമ്മൾ എന്താ പറയുക, ഫാസ്റ്റ് പേസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ അലയാസ് യൂസ് ചെയ്യാൻ ഷോർട്ട് വേർഷൻ, അബ്രീവിയേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ആരും കൺഫ്യൂസ് ആവണ്ട. ഞാൻ അപ്പൊ ആ സമയത്ത് ഏതാ യൂസ് ചെയ്യുന്ന കമാൻഡിന്റെ ഒരു ഡൗട്ടോ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക ആ സമയത്ത് കേട്ടോ. അപ്പൊ ഞാൻ പറയാം, അല്ലെങ്കിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്വിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ. സോ ഇതില് എന്തൊക്കെയാണ് ഈ ബൈനറി എന്ന് വെച്ചാൽ, ഒന്ന് ക്യൂബ് സിറ്റിഎൽ നമ്മുടെ കുബർനെറ്റിസിന്റെ ക്ലയന്റ്, പിന്നെ ക്യൂബ് ഇത് എന്റെ ക്ലസ്റ്റർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കെ എക്സ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫോം യൂസ് ചെയ്യുന്നത്. സോ
അതേത് ക്ലസ്റ്ററിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് കാണിക്കും. പിന്നെ ഉള്ളത് KNS. പിന്നെ ഞാനത് ഏത് നെയിം സ്പേസിലാണ് ഉള്ളതെന്ന് കാണിക്കും. സോ ഇപ്പൊ ഞാൻ ഉള്ളത് ഡെമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഡെമോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത നെയിം സ്പേസിലാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു ഇമേജ് ലോക്കൽ ഒരു എൻജിനെക്സിന്റെ ഇമേജ് വെച്ചിട്ട് ഞാനൊരു കോഡിന്റെ മാനിഫെസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ. സോ ഇതിനെ നമ്മൾ എങ്ങനെ ഈ ക്ലസ്റ്ററിൽ ഡിപ്ലോയ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്കൊരു നെയിം സ്പേസ് വേണം. ഓക്കെ, നമുക്ക് ഡിഫോൾട്ട് ഡെമോ എന്ന് പറഞ്ഞ നെയിം സ്പേസ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ജസ്റ്റ് ഒരു ഡെമോ, ഒരു ഹാൻഡ്സ് ഓണിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. സോ ക്രിയേറ്റ് നെയിം സ്പേസ്. നെയിം സ്പേസ് എന്നുള്ളതിന് നമുക്ക് ഒന്നുകിൽ ഫുൾ ഇങ്ങനെ നെയിം സ്പേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ NS ഷോർട്ട് ഫോം യൂസ് ചെയ്താൽ എന്താ പറയാ, ജസ്റ്റ് ഇത് ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ആ നെയിം സ്പേസ് വന്നോ എന്നുള്ളത് ഇങ്ങനെ വെരിഫൈ ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാനിഫെസ്റ്റ്, ഇപ്പൊ കുബർനെറ്റിസിലുള്ള എല്ലാ റിസോഴ്സും ഡിക്ലറേറ്റീവ് ആയിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു മാനിഫെസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു പോഡാണ്. പോഡിന്റെ അകത്ത് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് എൻജിനെക്സ് ഹലോ പോഡ്, ഒരു എൻജിനെക്സ് ഹലോ, അല്ലെങ്കിൽ ഇതെന്റെ ലോക്കൽ ഡോക്കർ ഹബിൽ കിടക്കുന്ന ഒരു ഇമേജ് ആണ്. ഓക്കെ. ഞാൻ അതിനെ ഇപ്പോൾ ഞാൻ ഇതിനെ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇമേജ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു എൻജിനെക്സിന്റെ ഒരു ഇമേജ് യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഒരു കോഡ്, ഒരു മാനിഫെസ്റ്റ് ലോക്കൽ ജനറേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്, ഒരു ചീറ്റ് ഷീറ്റ് വെച്ച് കാണിച്ചു തരാം. ഇത് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള മാനിഫെസ്റ്റ്, YAML മാനിഫെസ്റ്റ് കിട്ടും. ഈ മാനിഫെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ലോക്കലിൽ ഇത് സേവ് ചെയ്യാം, ഇതുപോലൊരു ഫയലിൽ സേവ് ചെയ്യാം. അതിനുശേഷം ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി ഇങ്ങനെയുള്ള ചീറ്റ് ഷീറ്റ്, ഇതൊരു kubectl ഷോർട്ട് ഫോം കമാൻഡ്സ് ആണ്. ഇതിന് നമ്മൾ kubectl ചീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുബർനെറ്റിസിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ കിട്ടും. സോ ഇത് ഇങ്ങനെയാണ്. ഇതുപോലെ നമുക്ക് ഏത് റിസോഴ്സ്, സർവീസ് ആണെങ്കിലും ഡിപ്ലോയ്മെന്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇതുപോലെ മാനിഫെസ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് നൗ ഞാൻ ഡിപ്ലോയ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ചെയ്ത് കാണിക്കാം. സോ നമുക്കിപ്പോൾ ഒരു ഡോക്കർ ഫയൽ ഉണ്ട് ഇവിടെ. ഓക്കെ. ഞാനിതിൽ ഡോക്കർ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലറേറ്റീവ് ആയിട്ട് നമ്മുടെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ, കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ ഒരു ഇമേജ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് ഷിപ്പ് ചെയ്യുന്നു. ഷിപ്പ് ചെയ്തിട്ട് അതിന് എവിടെ വേണേലും റൺ ചെയ്യാം എന്നുള്ള രീതിയിൽ, ഹോസ്റ്റ് വൈസ് മൈൻഡ് ചെയ്യാതെ എവിടെ വേണേലും റൺ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളൊരു ഇമേജ് ആയിട്ട് ബിൽഡ് ചെയ്ത് ഷിപ്പ് ചെയ്യുന്നതാണ് ഡോക്കർ അല്ലെങ്കിൽ ഡോക്കർ ഇമേജസ് എന്ന് പറയുന്നത്. ഈ ഡോക്കർ ഇമേജിന്റെ ഉള്ളിൽ ഒരു ലെയർഡ് ഫയൽ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ റൺ ചെയ്യുന്ന ഓരോ കമാൻഡ്സും ഓരോ ലെയർ ആയിരിക്കും. അപ്പൊ ആ ലെയറിൽ ഏത് കമാൻഡ്സ് ആണെന്നുള്ളത് ഡിക്ലറേറ്റീവ് ഡിഫൈൻ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഡോക്കർ ഫയൽ. ഈ ഡോക്കർ ഫയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ഞാനിപ്പം ഉള്ളത് ഈ ലൊക്കേഷൻ. ഇപ്പൊ ഞാൻ എൻ്റെ ലോക്കൽ ഇമേജ് ഒന്ന് ബിൽഡ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഈ ഫോൾഡറിന്റെ ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് അതിൽ പോവുക, അല്ലെങ്കിൽ അതിന്റെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ആ ലോക്കൽ ഫോൾഡറിൽ പോയിട്ട്, ഓക്കെ, ഇതില് ഡോക്കർ ബിൽഡ്, ഇതിന്റെ -t എന്ന് പറഞ്ഞാൽ എന്റെ ഇമേജിന്റെ ടാഗ് ആണ്. ഓക്കെ. ഈ ഇമേജ് ഈ ടാഗ് വെച്ചിട്ട് ചെയ്തു കൊടുക്കുക. സോ ഇപ്പോ ആ ഇമേജ് എന്റെ ലോക്കലിൽ ബിൽഡ് ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ ഇമേജ് എന്റെ ലോക്കലിൽ ബിൽഡ് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്യാം. ഓക്കെ. ഡോക്കർ ഇമേജസ്. സോ ഇതിൽ നമ്മുടെ ഇമേജ്, നമ്മുടെ ലോക്കലിൽ ബിൽഡ് ചെയ്ത ഇമേജിന്റെ ടാഗ് ഇവിടെ കാണാം. ഓക്കെ. ഇനി ഞാനിപ്പോ ഈ ഇമേജ് എൻ്റെ ഈ റിപ്പോസിറ്ററിയിലേക്ക് ഇത് പുഷ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്കർ പുഷ് ഈ കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുഷ് ചെയ്യുന്നു. ഇറ്റ്സ് ഓൾറെഡി ഇൻ മൈ, അതായത് എൻ്റെ റിമോട്ട് റിപ്പോയിൽ ഉള്ളത് കൊണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു മാത്രം. സോ ഇങ്ങനെ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് രജിസ്ട്രി ആണ് എന്നുണ്ടെങ്കിൽ
ലോക്കലിൽ നിങ്ങളുടെ ഡോക്കർ ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യണം. അതുപോലെ അത് ഇങ്ങനെ ഈ കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ പാസ്വേഡ് ചോദിക്കും, നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, ലോഗിൻ ചെയ്യുക, ദെൻ പുഷ് ഇറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പോഡ് റൺ ചെയ്യണം. ഈ ഇമേജ് വെച്ചിട്ട് നമ്മൾ ഒരു പോഡ് റൺ ചെയ്യണം. ഓക്കെ, സോ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും റിസോഴ്സ് നമ്മുടെ ഡെമോ നെയിം സ്പേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദർ ഇസ് നത്തിങ്. ഇതിൽ ഞാൻ ഈ നെയിം സ്പേസ് ഒന്നുകിൽ എനിക്ക് ഇതുപോലെ കമാൻഡ് CLI കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഈ മെറ്റാഡാറ്റ എന്ന് പറയുന്ന ഡയറക്റ്റീവിന്റെ ഉള്ളിൽ എനിക്ക് നെയിം സ്പേസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റിൽ ടൈപ്പ് ചെയ്യാൻ ഇതില്ല, ഒരു മൈൻഡ് ഇല്ല, ഇനി നമുക്കത് നെയിം സ്പേസിന്റെ ഉള്ളിൽ ഡയറക്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലോക്കലുള്ള QBNS എന്നുള്ള ബൈനറി യൂസ് ചെയ്തിട്ട് ഞാൻ നെയിം സ്പേസിലേക്ക് സ്വിച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ എൻ്റെ കണ്ടക്സ്റ്റ് മോഡിഫൈഡ് എന്നുള്ള ഔട്ട്പുട്ട് വരും. ഇപ്പൊ ആക്റ്റീവ് നെയിം സ്പേസ് ഡെമോ എന്ന് പറഞ്ഞ ഡെമോ നെയിം സ്പേസ് ആണ്, നമുക്കത് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ ഞാനിപ്പോൾ എൻ്റെ ഡെമോ നെയിം സ്പേസിലാണ്. ഇവിടെ ഞാൻ ഇനി ഈ ക്യൂബ്സിറ്റിയിൽ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന എന്ത് റിസോഴ്സും, എന്ത് ക്രിയേഷനും, എന്ത് ചെക്കപ്പ് കമാൻഡ്സ് ആയാലും എല്ലാം ഈ നെയിം സ്പേസിന്റെ ഉള്ളിൽ മാത്രമേ റൺ ആവത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ നെയിം സ്പേസിനുള്ള ആർഗ്യുമെന്റ് കൊടുക്കുന്നില്ല. സോ എന്ത് പറ്റുന്നു, ഇവിടെ നമ്മൾ പോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നെയിം സ്പേസിനുള്ള ആർഗ്യുമെന്റ് ഒരു കമാൻഡിനും കൊടുക്കണ്ട. സോ നമുക്കിവിടെ കാണാം. ഓക്കെ, പോഡ് നെഞ്ചിനെക്സ് ഉള്ള പോഡ് സ്റ്റാർട്ടായി. ഇനി നമുക്ക് എന്ത് വേണം, ഇതിന്റെ ലോഗ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ക്യൂബ്സിറ്റിയുള്ള ഒരു പോഡിന്റെ ലോഗ് ചെക്ക് ചെയ്യാനുള്ള കമാൻഡ്സ് ക്യൂബ്സിറ്റിയൽ ലോഗ്സ് എന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്ന അബ്രിവിയേഷൻ ഞാൻ അലയാസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഷോർട്ട് ഫോം യൂസ് ചെയ്യുന്നതുകൊണ്ട്. സോ ക്യൂബ്സിറ്റിയൽ ലോഗ്സ്, ആ പോഡ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ആ പോഡിന്റെ ഉള്ളിൽ എന്തൊക്കെ സ്റ്റാർട്ടപ്പ് എന്താണ്, അതിന്റെ ബൂട്ട് സ്റ്റാപ്പിംഗ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താ ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് പ്രോസസ്സാണ്, അതിന്റെ ലോഗിങ് എന്താണ്, ലോഗ് എന്താണെന്നുള്ളത് നമുക്കതിൽ കാണാം. ഓക്കെ, ഇനി നമ്മൾ റിസോഴ്സ് ബൈ റിസോഴ്സ് ആയിട്ടാണ് പോകുന്നത്. സോ ഞാനിപ്പോൾ ഈ പോഡിനെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിലീറ്റ് പോഡ് എന്ന് കൊടുത്തിട്ട് ഈ പോഡിന്റെ നെയിം എടുത്ത് കൊടുക്കാം. ഓക്കെ, ഈ പോഡിന്റെ നെയിം എടുത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡിലീറ്റ് -f, നമ്മൾ ആ മാനിഫെസ്റ്റിൽ എന്തൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആ മാനിഫെസ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ റിസോഴ്സിനെ, അപ്പോൾ ആ പോഡ് പോയി. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ അതേ പോഡിന് തന്നെ ഒരു ഡിപ്ലോയ്മെന്റ് ആയിട്ട് നമുക്ക് ഓടിക്കണം. ഒരു ഡിപ്ലോയ്മെന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിപ്ലോയ്മെന്റ് നമ്മൾ ആ മാനിഫെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു ഡിപ്ലോയ്മെന്റ് ആയിട്ട് ക്ലസ്റ്ററിൽ ഡിപ്ലോയ് ചെയ്യുക. സോ ഇപ്പോൾ അടുത്ത റിസോഴ്സ് ആണ്, അടുത്ത ക്യൂബ്സിറ്റി റിസോഴ്സ് ആണ് ഡിപ്ലോയ്മെന്റ്. സോ നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ kubectl get all എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ റിസോഴ്സ് ആണ് അതിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. സോ പോഡ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുബർനെറ്റിസിന്റെ റിസോഴ്സ് ആണ്, അല്ലെ ഏറ്റവും ലോവസ്റ്റ് മോഡ് ഓഫ് റിസോഴ്സ് ക്രിയേഷൻ ആണ് പോഡ്. അതിന്റെ ജസ്റ്റ് മേളിൽ വരുന്ന ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഡിപ്ലോയ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിപ്ലോയ്മെന്റ് ഉള്ളിൽ സിംഗിൾ പോഡ് ഉണ്ടാവാം, മൾട്ടി പോഡ് ഉണ്ടാവാം, ഒരു വൺ പോഡ് വിത്ത് സൈഡ് കാർ കണ്ടെയ്നർ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിനെല്ലാം നമുക്കൊരു സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ഡിക്ലറേറ്റീവ് റിസോഴ്സ് ഉള്ള രീതിയിലാണ് നമ്മൾ ഡിപ്ലോയ്മെന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡിപ്ലോയ്മെന്റിന്റെ ഉള്ളിൽ എത്ര പോഡ് റൺ ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന റിസോഴ്സ് ആണ് റിപ്ലിക്ക സെറ്റ്. സോ നമ്മളിപ്പം റിപ്ലിക്ക സെറ്റിന് എന്താ പറയുക, ഇതിന്റെ ഈ ഒരു ഡിസൈഡ് കറണ്ട് റെഡി, ഈ ഒരു 3 മോഡ് കാണാം. അതായത് നമ്മളിപ്പോ എല്ലാം നമ്പർ കൗണ്ട് 1 എന്നാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് 1 നമ്പർ എന്ന് കാണിക്കുന്നു. ഇനി ഇതിൽ പോയിട്ട് ഞാൻ റിപ്ലിക്ക എന്ന് പറയുന്നത് റിപ്ലിക്കയുടെ നമ്പർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ 2 പോഡ് റൺ ആവും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിവിടെ റിപ്ലിക്കാസ് നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇതിപ്പോ ഞാൻ ക്രിയേറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക, ഇത് ഫെയിൽ ആവും. കാരണം ഇതിൽ ഓൾറെഡി ഒരു ഡിപ്ലോയ്മെന്റ്, ഓൾറെഡി നെയിം എൻജിനെക്സ് എന്ന് പറയുന്ന ഡിപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ള കംപ്ലൈന്റ് ചെയ്യും. സോ നമുക്ക് ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ
സെയിം മാനിഫെസ്റ്റ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ എന്ന് കൊടുക്കും, ക്യൂബ്സിറ്റിയിൽ അപ്ലൈ എന്ന് കൊടുക്കും. അപ്ലൈ എന്ന് കൊടുത്തു കഴിയുമ്പോൾ എക്സിസ്റ്റിംഗ് ഡിപ്ലോയ്മെന്റിനെ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് റിസോഴ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബ്സിറ്റിയിൽ ഗെറ്റ് പോ ഇറ്റ്സ് 2 പോർട്സ്. സോ സെയിം ഇമേജ് സെയിം ഡിപ്ലോയ്മെന്റ് 2 പോഡ് റൺ ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ പോഡിനെ ഇപ്പൊ ഈ പോഡ് ക്ലസ്റ്ററിന്റെ ഉള്ളിൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇതിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു സിംഗിൾ പോഡിനെ ഞാൻ എടുത്തിട്ട് ഓക്കെ, ഞാൻ ഇതിനെ പോർട്ട് ഫോർവേഡ് ചെയ്തു. ഈ പോർട്ട് ഫോർവേഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോക്കൽ ഹോസ്റ്റ്, അതായത് നമ്മുടെ എല്ലാ മെഷീനും ഒരു ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റ് നെയിം ഉണ്ടായിരിക്കും. അത് ടെസ്റ്റിംഗ് വെബ് സ്പേസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഡിഫോൾട്ട് IP എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്, 27.0.0.1. ഇതിനെ ലോക്കൽ ഹോസ്റ്റ് ആയിട്ടാണ്, നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ആണ് ഇതിന്റെ ഹോസ്റ്റ് നെയിം. ഓക്കെ, ഈ ലോക്കൽ ഹോസ്റ്റിൽ 8080 എന്ന് പറയുന്ന പോർട്ടിൽ എന്ത് റിക്വസ്റ്റ് വന്നാലും അത് ഈ പോർട്ട് നമ്പർ 80, അതായത് ഇപ്പൊ നമ്മളുടെ ഇതിൽ റൺ ചെയ്ത് പോർട്ട് നമ്പർ 80ൽ റൺ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇതിപ്പം ഞാൻ ആക്സസ് ചെയ്യാൻ ഞാനിപ്പോ ഡിപ്ലോയ് ചെയ്ത ആപ്ലിക്കേഷന്റെ വെബ് പേജ്, അതിന്റെ ഉള്ളിൽ എന്താണോ അതിന്റെ index.html നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഡെക്സ് പേജ് എന്താണോ അതിവിടെ നമുക്ക് ബ്രൗസർ ലോക്കൽ ഹോസ്റ്റ് യൂസ് ചെയ്തിട്ട് എടുത്ത് കാണാൻ പറ്റും. നമ്മളിത് ആക്സസ് ചെയ്യുന്ന അതേ സമയത്ത് ഇത് കണ്ടോ, ഹാൻഡ്ലിംഗ് കണക്ഷൻ ഫോർ 8080 ലോഗ് പോർട്ട് ഫോർവേഡിന്റെ ലോഗിൽ അത് പ്രിന്റ് ആവും. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതുവരെ? ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ഇതിനെ ഈ ഒരു പോർട്ട് ഫോർവേഡ് എന്ന് പറയുന്നത് ഒരാളെ കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്തൊരു ക്ലസ്റ്ററിൽ എപ്പോഴും ഇരുന്നുകൊണ്ട് ഈ പോർട്ട് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനൊരു ഇൻകമിങ് കണക്ഷൻ, ഒരു എക്സ്പോഷർ ഇതിനില്ല, ആപ്ലിക്കേഷൻ ഇല്ല, ഇൻകമിങ് കണക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടു ഒരേ ഡിപ്ലോയ്മെന്റിനുള്ളിൽ മൾട്ടിപ്പിൾ പോർട്സ് ഉണ്ട്. എനിക്ക് പോർട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ സെലക്റ്റീവ് ആയിട്ട് ഏതെങ്കിലും ഒരു പോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മൾട്ടിപ്പിൾ പോഡുള്ള ഒരു ഡിപ്ലോയ്മെന്റിനെ എനിക്ക് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു സെൻട്രലൈസ്ഡ് ഒരു ലോഡ് ബാലൻസർ വേണം, അല്ലെ? ഇപ്പം ലോക്കലിൽ ഒരു ട്രഡീഷണൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു 2-3 സെർവർ വെച്ച് ഓടുന്ന ഒരു ആപ്ലിക്കേഷൻ, സെയിം ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കണക്ടിവിറ്റി കൊടുക്കാൻ അതിനെ നമ്മൾ ലോഡ് ബാലൻസറിന്റെ അണ്ടറിൽ കണക്ട് ചെയ്യും. സെയിം കൺസെപ്റ്റ് ആണ് കുബർനെറ്റിസിലെ ലോഡ് ബാലൻസർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനാണ് സർവീസ് എന്ന് പറയുന്നത്. ബട്ട് ഇതിൽ സർവീസിൽ പല ടൈപ്പ് ലോഡ് ബാലൻസ്, അതായത് പല മോഡ് ഓഫ് സർവീസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലസ്റ്റർ IP എന്ന് പറയുന്ന ഒരു മോഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിത് പബ്ലിക് ഒരു ക്ലൗഡിലാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് സർവീസ് ഓടുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ലോഡ് ബാലൻസർ എന്ന് പറഞ്ഞ ടൈപ്പ് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ലോഡ് ബാലൻസർ ഉള്ള ടൈപ്പ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ മാനേജ്ഡ് ക്ലസ്റ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ക്ലാസിക് ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യും. ആ ലോഡ് ബാലൻസറിന്റെ നെയിം എടുത്തിട്ട് ആ ലോഡ് ബാലൻസറിന്റെ ഹോസ്റ്റ് നെയിം എടുത്ത് നമ്മളൊരു ഡൊമൈൻ നെയിമിൽ DNSൽ മാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ലോഡ് ബാലൻസറിലേക്ക് റിസോൾവ് ചെയ്ത് നേരെ കോഡിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാം. പക്ഷെ അതൊരു റെക്കമെൻഡഡ് മെത്തേഡ് അല്ല. നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്ന ക്ലസ്റ്റർ IP സർവീസിനെ പ്രൈവറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനെ പബ്ലിക്കലി എക്സ്പോസ് ചെയ്യാൻ നമ്മൾ നെക്സ്റ്റ് ഒരു റിസോഴ്സിലേക്ക് ഞാനിപ്പോൾ വരും. ആ ടൈപ്പ് ഇൻഗ്രസ് ഒരു റിസോഴ്സ് ഉണ്ട്. അങ്ങനെ ആ റിസോഴ്സ് യൂസ് ചെയ്ത് വീണ്ടും ഒരു ലെയർ ഓഫ് പ്രൈവറ്റൈസേഷൻ കൂടെ ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ നോർമലി ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെന്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ എപ്പോഴും ഒരു ഡെഫിനിഷൻ കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ഡിപ്ലോയ്മെന്റിനെ സർവീസ് വെച്ച് എക്സ്പോസ് ചെയ്യുമ്പോൾ ഈ സർവീസിന് അറിയണം ഇതിന്റെ അണ്ടർലൈങ് ഏത് പോഡിനെയാണ് ഞാൻ എന്റെ സർവീസ് എന്ന് പറഞ്ഞതിലേക്ക് ഒരു റിക്വസ്റ്റ്, ഈ ടാർഗറ്റ് പോർട്ടിൽ ഒരു എക്സ്പോസ്ഡ് പോർട്ട് 80 ആണ്. സോ ഈ പോർട്ടിൽ ഒരു റിക്വസ്റ്റ് വന്നു കഴിയുമ്പോൾ ഞാൻ ഏത് അണ്ടർലൈങ് പോഡിലേക്കാണ് ട്രാഫിക് റൗട്ട് ചെയ്യേണ്ടതെന്നുള്ളത്
നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ സെലക്ടറിലാണ്. ഓക്കെ, ലേബൽ ഈ സെലക്ടർ ഡയറക്റ്റീവിലാണ്. സോ ഈ സെലക്ടർ എന്ന് പറയുന്ന സർവീസിലെ ഡെഫിനിഷൻ ഈ ഡിപ്ലോയ്മെന്റിലെ എക്സാക്ട് മാച്ച്, ഈ സെലക്ടർ മാച്ച് ലേബിൾസ് എന്ന് പറഞ്ഞ ഡയറക്റ്റീവുമായിട്ട് മാച്ച് ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ട്രാഫിക് റൗട്ടിങ് ഫെയിൽ ആവും, സർവീസിന് പോഡിന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഒരു സർവീസ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ, സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ നമുക്ക് ഇവിടെ ഒരു സർവീസ് ക്രിയേറ്റ് ആയി. സോ ഈ സർവീസിനെ നമുക്ക് സർവീസിനൊന്ന് പോർട്ട് ഫോർവേഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ആ സർവീസിനെ ഒന്ന് പോർട്ട് ഫോർവേഡ് ചെയ്തു. ഓക്കെ, നമുക്കത് വെരിഫൈ ചെയ്യണം അല്ലെ. വീണ്ടും ഞാൻ ഇവിടെ വന്ന് ലോക്കൽ ഹോസ്റ്റ് ക്ലിക്ക് ചെയ്തു. സെയിം പേജ് തന്നെ റിസോൾവ് ആകുന്നുണ്ട്, നമുക്കിവിടെ കാണാം. ഓക്കെ, ഹാൻഡ്ലിംഗ് കണക്ഷൻ 4.0.80.80. സോ നമുക്ക് മനസ്സിലായി ട്രാഫിക് കറക്റ്റ് ആയിട്ട് റൗട്ട് ആവുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, നമ്മളിത് അപ്പൊ സർവീസ് വരെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഡിപ്ലോയ് ചെയ്തു. അപ്പൊ ഇത് ഒരു ക്ലസ്റ്റർ IP സർവീസ് ആണ്. സോ ക്ലസ്റ്റർ IP സർവീസ് അഗെയിൻ ഇത് പ്രൈവറ്റ് റെസൊല്യൂഷൻ ഉള്ള ഒരു ക്ലസ്റ്റർ ആണ്. ഇതിനെ എനിക്ക് പബ്ലിക്കിലേക്ക് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലെയർ കൂടെ ആഡ് ചെയ്യും. അതിന്റെ പേരാണ് ഇൻഗ്രസ്. ഇൻഗ്രസ് എന്ന് പറയുന്നത് ഒരു കൺട്രോളർ, ഇൻഗ്രസ് പറയുന്ന റിസോഴ്സ് ആണ്. ആ റിസോഴ്സിനെ ഇൻഗ്രസ് കൺട്രോളർ എന്ന് പറയുന്ന ഒരു കൺട്രോളർ വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. സോ ഞാനിപ്പോ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രസ് കൺട്രോളർ എന്ന് പറയുന്നത് Nginx ഇൻഗ്രസ് കൺട്രോളർ ആണ്. ഓക്കെ, ഇതാണ് Nginx ഇൻഗ്രസ് കൺട്രോളറിന്റെ നെയിം സ്പേസ്. ഇതാണ് ingress-nginx എന്നുള്ള നെയിം സ്പേസിലാണ്. അതിൽ നമ്മുടെ കൺട്രോളറിന്റെ ഇതാണ് കൺട്രോളർ കോഡ്. ഈ കൺട്രോളർ കോഡ് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി ഇത് എങ്ങനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റിൽ കാണിച്ചു തരാം. അതിൽ ഞാനൊരു സിംഗിൾ ലൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ പ്രൊഡക്ഷനിൽ കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. പക്ഷേ ഇത് ഇൻഗ്രസ് കൺട്രോളറിന്റെ അവർ ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു മാനിഫെസ്റ്റ് ആണ്. ഈ Nginxന്റെ ഒരു YAML മാനിഫെസ്റ്റ് പബ്ലിക് ഇവരുടെ ഇതിൽ നിന്ന് ഈ കൈൻഡിന്റെ ഇതിൽ നിന്ന് കിട്ടും, വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഞാൻ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഡിപ്ലോയ്മെന്റ് ആയിട്ട് ഇൻഗ്രസ് കൺട്രോളറിനെ ഡിപ്ലോയ് ചെയ്യുന്നു. ഇനി ഇതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷനെ എക്സ്പോസ് ചെയ്യണം. ആപ്ലിക്കേഷൻ എക്സ്പോസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഞാൻ അതിനൊരു ഇൻഗ്രസ് എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റ് റിസോഴ്സ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നോക്കിയാൽ നിങ്ങൾ കാണാം കുബർനെറ്റിസിന്റെ API നെറ്റ്വർക്കിംഗ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്, കൈൻഡ് ഇൻഗ്രസ്. സോ നിങ്ങളിത് നോട്ട് ചെയ്തിരുന്നോന്ന് അറിയില്ല, നമ്മൾ ഓരോ ഡിപ്ലോയ്മെന്റിലും ഓരോ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൈൻഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് കൈൻഡിൽ ഡിപ്ലോയ്മെന്റ് ഇവിടെ വരും, സർവീസിൽ കൈൻഡ് സർവീസ് ആവും. അതുപോലെ ഇൻഗ്രസിൽ വന്നു കഴിഞ്ഞപ്പോൾ കൈൻഡ് ഇൻഗ്രസ് ആയി. നമ്മൾ അതിൽ നെയിം കൊടുത്തു. സോ നമ്മൾ ഏത് ഇൻഗ്രസ് കൺട്രോളർ യൂസ് ചെയ്താലും ആ ഇൻഗ്രസ് കൺട്രോളറിന്റെ സ്പെസിഫിക് ആയിട്ട് അനോട്ടേഷൻസ് ഉണ്ടാവും. അപ്പം ഇത് ഞാൻ ഈ കൈൻഡ് ക്ലസ്റ്ററിൽ റൺ ചെയ്യുന്നതുകൊണ്ട് അതുപോലെ ഇതിൽ Nginxന്റെ ഇൻഗ്രസ് ഈ കൺട്രോളറുമായിട്ട് മാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു അനോട്ടേഷൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഈ അനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ഇൻഗ്രസിലേക്ക് ഏത് റിക്വസ്റ്റ് വന്നാലും അതിന്റെ റിലേറ്റ് ടാർഗറ്റ് സ്ലാഷ് അതിന്റെ താഴെയുള്ളതിലേക്ക് റൗട്ട് ചെയ്യണം, അത് ഇൻഗ്രസിന്റെ താഴെയുള്ള റിസോഴ്സിലേക്ക് റൗട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ ഈ അനോട്ടേഷൻ യൂസ് ചെയ്തിട്ട്. ആൻഡ് ദെൻ അതിന്റെ സ്പെക് ഇൻഗ്രസ് ക്ലാസ് നെയിം ഇത് ഏത് ഇൻഗ്രസ് നമ്മൾ യൂസ് ചെയ്താലും ഇപ്പം ഞാൻ ഇതിൽ ട്രാഫിക് എന്ന് പറഞ്ഞ് വേറെ ഇൻഗ്രസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഗ്രസ് ക്ലാസ് നെയിം നമ്മൾ പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ഏത് ക്ലാസ്സിലേക്കാണ്, ഇപ്പൊ ഒരു ക്ലസ്റ്ററിൽ ഒറ്റ ഇൻഗ്രസ് കൺട്രോളർ മാത്രമേ റൺ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ പല ഓർഗനൈസേഷനും പല റിക്വയർമെന്റ് ഉണ്ടാവാം. അവര് ട്രാഫിക് എന്ന് പറഞ്ഞൊരു വേറൊരു ഇൻഗ്രസ് കൺട്രോളർ ഉണ്ട്, അത് റൺ ചെയ്യണം എന്ന് പറയാം. വേണമെങ്കിൽ ഇപ്പൊ ക്ലൗഡിലാണെങ്കിൽ ALB ഇൻഗ്രസ് കൺട്രോളർ, AWS ആണെങ്കിൽ ALB ഇൻഗ്രസ് കൺട്രോളർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്, അത് റൺ ചെയ്യാം. ഇനി GCP ആണെങ്കിൽ GCS എന്ന് പറയുന്ന GC ഇൻഗ്രസ് പറഞ്ഞ ടൈപ്പ് ഉണ്ട്, അങ്ങനെ റൺ ചെയ്യാം. അപ്പൊ നമ്മൾ അതിൽ ആ ക്ലാസ് നെയിം പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ഞാൻ Nginx എന്ന് പറയുന്ന ക്ലാസ് നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഹോസ്റ്റ് നെയിം നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇത് നമ്മൾ ഇതിപ്പോ ഞാൻ ലോക്കലിൽ റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഹലോ ലോക്കൽ എന്ന് കൊടുത്തിരിക്കുന്നത്.
നമ്മൾ പബ്ലിക്കിൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഏത് ഡൊമൈൻ ആണോ നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഡൊമൈൻ നെയിം കൊടുക്കുക. പിന്നെ അതിന്റെ പാത്ത് സ്ലാഷ് അതിന്റെ പ്രിഫിക്സ്, ഇത് പാത്ത് ടൈപ്പ് ആണ് പ്രിഫിക്സ്. അത് കഴിഞ്ഞാൽ അതിന്റെ താഴെ നമ്മൾ ഇതിന്റെ ബാക്ക് എൻഡ്, ഈ ബാക്ക് എൻഡ് ആണ് നമ്മൾ ഈ ബാക്ക് എൻഡ്, ഈ ഒരു ബ്ലോക്ക് ആണ് ഏത് സർവീസിലേക്കാണ് നമ്മൾ ഇൻഗ്രസിൽ വരുന്ന ട്രാഫിക് റൗട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സോ ഇതിൽ ബാക്ക് എൻഡ് സർവീസ് നെയിം ഏതാണ്? നമ്മുടെ സർവീസ് nginx hello സർവീസ്, റൈറ്റ്? സോ നമ്മൾ ഈ സർവീസ് നെയിം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് പബ്ലിക്കലി ഏത് പോർട്ടിലാണ് കൊടുക്കുന്നത്? പോർട്ട് 80. പക്ഷേ ഇതൊരു HTTP പോർട്ടാണ്, there is no encryption. ഇതൊരു പബ്ലിക് ഒരു പ്രൊഡക്ഷൻ ക്ലസ്റ്ററിൽ റെക്കമെൻഡഡ് അല്ല. നമ്മളിവിടെ എപ്പോഴും SSL യൂസ് ചെയ്തിട്ട് റൺ ചെയ്യണം ഫോർ സെക്യൂരിറ്റി ആൻഡ് എൻക്രിപ്ഷൻ. സോ പോർട്ട് നമ്പർ ചേഞ്ച് ആവും. 443 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും SSL പോർട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോർട്ട് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. പക്ഷെ ലോക്കലിൽ ഇപ്പം ഞാൻ അത്രയും എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടും ഞാനത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം ചെയ്യുന്നത് മാത്രം. സോ നമ്മൾ ഇതിലൊരു ഇംഗ്ലീഷ് റിസോഴ്സ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ റൈറ്റ് ചെയ്ത് കൊടുത്ത് ഇംഗ്ലീഷ് ഇതിൽ റണ്ണായി. ഇനി നമ്മൾ ഇംഗ്ലീഷ് റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഇറ്റ്സ് ഇൻ ലോക്കൽ. ഇങ്ങനെ ലോക്കലിൽ ചെയ്തിരിക്കുന്ന ഒരു സാധനം ഇനി നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് പോർട്ട് ഫോർവേഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്കതിനെ ആക്സസ് ചെയ്യണം. സോ ഇതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്താ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു DNS റെസൊല്യൂഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ഡൊമൈൻ നെയിം നമ്മൾ ലോക്കൽ മെഷീനിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പോൾ അത് ആദ്യം നോക്കുന്നത് നമ്മുടെ ലോക്കലിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന അതേ മെഷീനിൽ, നിങ്ങൾ ബ്രൗസറിലായാലും ശരി, ഇല്ലെങ്കിൽ ഇപ്പോൾ കേൾ വെച്ചിട്ട് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും, ഇത് ആദ്യം നോക്കുന്നത് ഈ ലോക്കൽ മെഷീനിൽ എവിടെയെങ്കിലും ഒരു റിസോൾവർ IP ഈ ഡൊമൈനിന് അല്ലെങ്കിൽ ഏത് ഡൊമൈൻ ആയാലും റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു IP ഇതിന്റെ ലോക്കലിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് നോക്കുന്ന ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ETC ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയലാണ്. ഓക്കെ, ഞാനത് ഓൾറെഡി മാപ്പ് ചെയ്ത് വെച്ചിരുന്നു ഇത് മുമ്പ് ഡെമോ സെറ്റ് ചെയ്യുമ്പോൾ. സോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതിൽ ഞാൻ ഈ 127 എന്നുള്ള ലോക്കൽ ഹോസ്റ്റിന്റെ IPക്ക് മൾട്ടിപ്പിൾ ഡൊമൈൻ നെയിം ഉണ്ട്. ഇത് ഞാൻ ആ ഓട്ടോമേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ബട്ട് അതിന്റെ കൂടെ ഞാൻ ഒരു ഡൊമൈനും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, നമ്മളുടെ ഇംഗ്ലീഷിന്റെ ഡൊമൈൻ. എന്നിട്ട് നമ്മളിവിടെ ആക്സസ് ചെയ്താൽ സോ കാണാം നോട്ട് സെക്യൂർ ആണ്, HTTPS അല്ലാത്തതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ അത് റിസോൾവിങ് ആണ് അല്ലേ? ഇത് റിസോൾവ് ആവുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ ബ്രൗസറിൽ നിന്ന് എൻ്റെ ബ്രൗസർ ക്ലയന്റ് ക്രോം ആണ്. സോ അതിൽ നിന്ന് ഇതിലേക്ക് റിക്വസ്റ്റ് വരുന്നുണ്ടെന്നുള്ളത് ഇതിൽ കാണാം. സോ ഞാൻ ബേസിക് ആയിട്ടുള്ള ഡെമോ ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഇത് നമ്മൾ ഒരു ആസ് ആൻ അഡ്മിൻ ഒരുപാട് ഇവോൾവ് ആയി. ഇപ്പോൾ സ്കൂൾ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് ചെയ്തിരുന്ന ഒരു മാനുവലി കമാൻഡ് റൺ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇപ്പോൾ ആരും ഫോളോ ചെയ്യുന്നില്ല. അതിന് കാരണം നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഡിപ്ലോയ് ഒരു ഇൻഫ്ര നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ ജസ്റ്റ് വൺ സർവീസോ അല്ലെ വൺ പോഡ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? ചിലപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 100 ക്ലസ്റ്റർ ഉണ്ടാവാം, തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവാം. നമ്മളത് പ്രൊവിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓട്ടോമേറ്റഡ് ആയിരിക്കണം. റിപ്പീറ്റഡ് ആക്ടിവിറ്റി അല്ല, ഓട്ടോമേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. സോ അത് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെ ഞാൻ കാണിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ ഇനി ഇതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളോട് ഓട്ടോമേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, സോ ഒരു ചെറിയ സ്ക്രിപ്റ്റ് ആണ്, ബാഷ് സ്ക്രിപ്റ്റ് ആണ്. അതിൽ
എൻ്റെ ക്ലസ്റ്റർ എന്ത് വേണം, എൻ്റെ ക്ലസ്റ്റർ നെയിം എന്തായിരിക്കണം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നെയിം സ്പേസ് ഇതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ പിന്നെ ഇതിൽ ക്ലസ്റ്റർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്ലസ്റ്റർ ആണോ ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നെയിം സ്പേസ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ, അത് ഉണ്ടെങ്കിൽ മാത്രമേ റൺ ചെയ്യുള്ളൂ, നെയിം സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ. പിന്നെ ക്ലസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള, ഇപ്പം ക്ലസ്റ്റർ എക്സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പ്രൊസീഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റിംഗ് ന്യൂ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യും. അതിൽ ഈ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള കോൺഫിഗറേഷൻ ഞാനിവിടെ ഈ ക്ലസ്റ്റർ എന്നുള്ള ഒരു ഫോൾഡറിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഫയൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി പിന്നെ നമുക്കുള്ളത്, ഇപ്പൊ ഞാൻ ആദ്യം എൻജിനിക്സിന്റെ ഇത് ഡിപ്ലോയ്മെന്റ് കാണിച്ചിരുന്നു. അത് ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു ലൂപ്പ് ഉണ്ട്, എൻജിനിക്സ് കൺട്രോളർ ഡിപ്ലോയ് ചെയ്യാനുള്ളത്. ദെൻ അത് നെയിം സ്പേസ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ലൂപ്പാണ്. നെയിം സ്പേസ് എക്സിസ്റ്റിംഗ് ആണെന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ലൂപ്പാണ്. ദെൻ ഞാൻ ഇത് ഡിപ്ലോയ് ചെയ്യുന്ന ഹെലം എന്ന് പറഞ്ഞിട്ടൊരു ടെംപ്ലേറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഡിഫറെന്റ് ടെംപ്ലേറ്റിംഗ് മെത്തേഡ് ഉണ്ട്, കസ്റ്റമൈസ് ഉണ്ട്, പിന്നെ ഹെലം ഉണ്ട്. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ഹെലമാണ് മെയിനായിട്ട്. ഓക്കെ. സോ പിന്നെ ഞാൻ ബിറ്റ്നാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെലമിന്റെ ചാർട്ട് റിപ്പോസിറ്ററി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ 1-2 കാര്യങ്ങൾ, ഇപ്പോൾ പ്രോമിത്യൂസ് എന്ന് പറയുന്ന ഒരു മോണിറ്ററിംഗ് ടൈം സീരീസ് ഡാറ്റാബേസ് ആണ് പ്രോമിത്യൂസ്, അതിന് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ദെൻ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ്ഗ്രസ് ഒരു ഡാറ്റാബേസ് വേണം, അതും ലോക്കലിൽ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓപ്പൺ സോഴ്സ് ചാർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കീ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഇത് ജസ്റ്റ് ഡിപ്ലോയ്മെന്റ് എങ്ങനെ റൺ ചെയ്യുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കീ ക്ലോക്കിന്റെ ഇന്റഗ്രേഷൻ ഞാൻ കാണിക്കുന്നില്ല. അത് കുറച്ചും കൂടെ നോക്കാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് ആപ്ലിക്കേഷൻ മാത്രം റൺ ചെയ്ത് കാണിച്ചു തരാം. സോ കീ ക്ലോക്കിന്റെ ഡിപ്ലോയ്മെന്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നു. ദെൻ ഇതിന്റെ സർവീസ് IP അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിൽ കൊടുക്കാം. ദെൻ ഒരു ബാക്ക് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് സർവീസിന്റെ ഒരു IP ഉണ്ട്. ദെൻ മെട്രിക് സെർവർ എന്ന് പറഞ്ഞിട്ടൊരു, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് അല്ലെങ്കിൽ മെട്രിക്സ് യൂസ് ചെയ്ത് ഞാൻ ട്രയൽ ഔട്ട് ചെയ്ത് പല കാര്യങ്ങളും ട്രയൽ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ. അതുകൊണ്ട് അതിന്റെ ബാക്കിയാണ് സ്ക്രിപ്റ്റിൽ കിടക്കുന്നത്. സോ ഇതിൽ നമ്മൾ CPU അല്ലെങ്കിൽ മെമ്മറി റിസോഴ്സ് വെച്ചിട്ട് നമ്മൾ കോഡിന് ഓട്ടോ സ്കെയിലിംഗ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ മെട്രിക് സെർവർ എന്ന സർവീസ് റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സർവീസാണ്. അതിന്റെ കമ്പോണൻസ് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ മോണിറ്ററിംഗ് സ്റ്റാക്ക് ഡിപ്ലോയ് ചെയ്യാനുള്ള, അതിൽ പ്രൊമിത്യൂസും അതുപോലെ തന്നെ ഗ്രഫാന എന്ന് പറഞ്ഞ 2 ടൂൾ സെറ്റ് ഉണ്ട്. അതും ഹെലം ചാർട്ട്, ഓപ്പൺ സോഴ്സ് ഹെലം ചാർട്ട് വെച്ചിട്ട് ഞാൻ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഈ ഗ്രഫാനയുടെ പാസ്വേഡ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ്. പിന്നെ നമ്മളൊരു ഈ കോൺഫിഗ് മാപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പ്രൊമിത്യൂസിന്റെ ഒരു ഡാഷ്ബോർഡിന്റെ പ്രൊമിത്യൂസിലേക്ക് ഗ്രഫാനയിലേക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡാഷ്ബോർഡ് ഇൻജെക്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഗ് മാപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിന്റിംഗ് ആണ്, ബാക്കിയുള്ള ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ദെൻ ഞാൻ ഇതിനെല്ലാം സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിന്റെ ഉള്ളിലെല്ലാം ഇത് ക്ലസ്റ്ററിന്റെ കോൺഫിഗ് ആദ്യം കാണിച്ചത്, പിന്നെ എല്ലാം ജസ്റ്റ് ഒരു വാല്യൂസ് ഫയൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതിന് കാരണം ഇത് ഞാൻ പബ്ലിക്കലി ലോക്കലിൽ ക്ലസ്റ്ററിന്റെ ഈ ഹെലമിന്റെ ടെംപ്ലേറ്റ് ചാർട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ റൈഡിങ് വാല്യൂസ് ഫയൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ള വാല്യൂസ് മാത്രമേ ഞാൻ അതിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് അത് ഞാൻ പബ്ലിക് ചാർട്ടിനെ കോൾ ചെയ്ത് ഓവർറൈഡ് ചെയ്യും. ആ ഒരു രീതിയിലാണ് ഞാൻ ഡിപ്ലോയ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ആപ്ലിക്കേഷന് മാത്രം, അതായത് ഈ ലോക്കലിൽ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ആപ്ലിക്കേഷന് മാത്രം ഞാൻ പ്രോപ്പർ ഹെലം കസ്റ്റമൈസേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു മിനിമലൈസ്ഡ് വാല്യൂസ് ഫയൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ അത്യാവശ്യം അതിലുള്ള എല്ലാ ഡയറക്റ്റീവും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് എന്ത് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. ഇത് ശരിക്കും നമ്മുടെ ജിറ അല്ലെ ടെർലോ ഒക്കെ പോലെ ഒരു ടാസ്ക് മാനേജർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ലോക്കലിൽ ഫ്രീ ആണ്. ഇത് ജസ്റ്റ് ലോക്കലിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഞാൻ
എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ക്ലസ്റ്റർ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ലോക്കൽ ക്ലസ്റ്റർ ഡിലീറ്റ് ചെയ്തു, ബാക്കിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ക്ലസ്റ്റേഴ്സ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഡിപ്ലോയ്മെന്റ് സ്ക്രിപ്റ്റ് എൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ ഡിപ്ലോയ് ചെയ്യുന്നു. ഞാൻ വെയിറ്റിംഗ് ആണ്, നോക്കട്ടെ ഓടുണ്ട്. ഓക്കെ, ഈ ക്ലോക്ക് കഴിഞ്ഞ് വന്നു. ഓക്കെ, സോ കുറച്ച് ലോഗ്സ് മിസ്സായി. സോ കീ ക്ലോക്കിൻ്റെ കണ്ടെയ്നറിൻ്റെ വെരിഫിക്കേഷൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. സോ കീ ക്ലോക്ക് ഡിപ്ലോയ് ചെയ്തു, അതിനുശേഷം പോസ്റ്റ്ഗ്രെസ് കഴിഞ്ഞു. പിന്നെ നമുക്കതിൻ്റെ കീ നമുക്ക് എന്ത് കിട്ടി? ഓക്കെ, കീ ക്ലോക്കിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ പബ്ലിക് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞു. ഓക്കെ, സോ ഇതിലൊരു വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്ത് അതിനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എററാണ്. അത് ഞാൻ ആ കീ ക്ലോക്ക് അറ്റാച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് കാര്യമില്ല. അത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിലിപ്പോൾ ഇത്രയും സർവീസ് ഉണ്ട്. അതിൽ കീ ക്ലോക്ക് ക്ലസ്റ്ററിൻ്റെ ഈ IP എടുത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഞാൻ ക്ലസ്റ്ററിൽ ആഡ് ചെയ്തിരുന്നു. അതിൻ്റെ എററാണ്, ബട്ട് നമുക്ക് ബാക്കി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ നമ്മൾ ആക്സസ് ചെയ്യണം അല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. സോ ഇതിൽ ലോക്കൽ എന്നുള്ളത് നമ്മൾ ലോക്കൽ ഹോസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ട്രൈ ചെയ്തിട്ട് വർക്ക് ഓർ നോട്ട്.
സോ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ API URL, അതായത് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എറർ വരുന്നതാണ്. നോർമലി ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്കിൻ്റെ ഉള്ള കോഡിൽ ക്ലസ്റ്റർ എത്തി അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ്. ബട്ട് ഞാൻ നിങ്ങൾ ഈ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്ത് റൺ ചെയ്ത് കാണിക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചിരുന്നുള്ളൂ. സോ ആ ഒരു എയിം വർക്കൗട്ടായി. ബാക്കി ട്രബിൾ ഷൂട്ട് ചെയ്യണം. ഈ ഐ പി ടൈമിൽ അത് ആ സ്ക്രിപ്റ്റ് ഓടിയിരുന്ന ടൈമിൽ അതിന് കംപ്ലീറ്റ് ചെയ്ത് ഗ്രപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബാക്ക് ഡിപ്ലോയ്മെന്റ് ഫെയിൽ ആയത്. ആ ബാക്ക് ഡിപ്ലോയ്മെന്റ് ഫെയിൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ബാക്കിന്റെ പോഡ് കാണുന്നില്ല. ഈ ബാക്കിലെ പോഡ് ആണ് ഇതിന്റെ API റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ട് എൻഡിൽ എറർ വരുന്നത്. സോ നമുക്കിതൊന്ന് മാനുവലി അറ്റാച്ച് ചെയ്ത് നോക്കാം. ഓർ നമുക്ക് ഇതിന്റെ ഈ ഒരു ഓക്കെ നമുക്ക് KCIP എന്നുള്ള ഒരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ കമാൻഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ വർക്കായി. നമുക്ക് ആ പോഡ് ഡിപ്ലോയ് ആയിട്ട് കണ്ടെയ്നർ ക്രിയേറ്റിംഗ് സ്റ്റാറ്റസിലാണ്. ഓക്കെ, ഓക്കെ, റണ്ണിങ് സ്റ്റാറ്റസിൽ വന്നു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡ് ആക്സ് ചെയ്താൽ സോ ആ API എറർ ഇല്ല. ഓക്കെ, ഇനി നമ്മളിവിടെ ഞാനൊരു ടെം.co എന്നൊരു മെയിൽ കൊടുക്കുന്നു. അതിനൊരു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ യൂസർ നെയിം ഓർ പാസ്വേഡ് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുത്തു. നമ്മൾ ആ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ വന്ന് ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഓവർവ്യൂ ടാസ്ക് ബോട്ട് ജസ്റ്റ് പ്ലെയർ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഞാൻ ഉദ്ദേശിച്ച ഡെമോ ആപ്ലിക്കേഷൻ. സോ പിന്നെ ബാക്കിയുള്ളത്
ഓക്കെ, ഞാനിത് പബ്ലിക്കലി എക്സ്പോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് ഇൻകേസ് ക്രിയേറ്റ് ആവാത്തത്. നമ്മൾ പോർട്ട് ഫോർവേഡ് ചെയ്ത് ചെക്ക് ചെയ്യണം. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ടൈം ഒരുപാട് എടുക്കേണ്ടി വരും. സോ ഇത്രയാണ് നമ്മുടെ ഡെമോ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ്? ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിത്തിങ് തന്നെ നിങ്ങളുടെ മൈൻഡിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോറി. IP tables, ഓക്കെ, IP tables പോർട്ട് ഫോർവേഡിങ്ങിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നീ ഉദ്ദേശിക്കുന്ന ഇതാ ചോദിച്ചിരിക്കുന്ന ആളുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചിരിക്കുന്നത് kubectl പോർട്ട് ഫോർവേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ലോക്കലിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്, ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അതിന് IP tablesന്റെ സിഗ്നിഫിക്കൻസ് വരുന്നില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചെന്ന് പറയാമോ? IP tables യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് പറയാമോ? ഐ മീൻ നമുക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. ചോദ്യം ചോദിച്ചു തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. ആളില്ല ഇതിൽ ഉണ്ടല്ലോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോ ചാറ്റിലിട്ടാലും മതി. ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതാണ് ചോദിച്ചത്. IP tables യൂസ് ചെയ്യില്ലെന്ന് ചോദിച്ചു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് അറിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ കോൺടെക്സ്റ്റ് ഫർദർ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. സെസ്നാണ് പേര്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആളെന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ കാണിച്ചത് ജസ്റ്റ് ഒരു കാര്യം കുറച്ചും കൂടെ ഒരു ഇൻഫ്ര അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മോഡൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രൊവൈഡറിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓൺ-പ്രൈം ഡാറ്റാ സെന്റർ മോഡ് ക്ലസ്റ്ററിലോ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ടെറാഫോമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവിഷനിങ് ടൂൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻഫ്ര ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ ഹെലം പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചാർട്ട്, അതിൻ്റെ ഒരു വാട്ട് ഐ സേ ലൈക്ക് ഒരു പ്രൊവൈഡർ ഉണ്ടാവും ടെറാഫോമിൽ. ആ പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് ചാർട്ടിനെ റെഫർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഡിപ്ലോയ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസ് കേസ്. നമ്മൾ എന്താണ് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയാണ് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഡെമോയിൽ യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് കൂടുതലും ഞാൻ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഹെലം ചാർട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ബിറ്റ്നാമി ഹെലം ചാർട്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ ബിറ്റ്നാമിയിലെ ബിറ്റ്നാമിയിൽ ഇപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബിറ്റ്നാമിയുടെ ചാർട്ട്സ് പബ്ലിക്കലി അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ ഡോക്കർ ഇമേജസ്, ലേറ്റസ്റ്റ് ആയിട്ട് ഡോക്കർ ഇമേജസ് ഒന്നും ബിറ്റ്നാമിയിൽ ഇപ്പം നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ അല്ല. സോ അതിലൊരു പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇമേജ് അല്ല, അത് ബിറ്റ്നാമി ലെഗസി എന്ന് പറഞ്ഞിട്ട് റിപ്പോസിറ്ററിയിലേക്ക് മാറ്റി. അതിൻ്റെയാണ് ആ ഒരു റിപ്പോസിറ്ററിയിലാണ് ഇപ്പം ഞാൻ എടുത്ത് ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇപ്പം അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാച്ചസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈവറ്റ് റിപ്പോസിറ്ററിയിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സൈനപ്പ് വേണം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലസ്റ്ററിൽ ഇപ്പം ഞാനിത് ലോക്കലി ചെയ്തുകൊണ്ടാണ് അതിൽ ഈ ഇമേജസ് പുൾ ചെയ്യാനുള്ള സീക്രട്ട് ഒന്നും യൂസ് ചെയ്യാത്തത്. നിങ്ങളൊരു പ്രൈവറ്റ് രജിസ്ട്രി ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമേജ് പുൾ സീക്രട്ട് എന്ന് പറഞ്ഞൊരു സീക്രട്ട് നിങ്ങളുടെ ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് ആ സീക്രട്ടിനെ നിങ്ങളുടെ ഡിപ്ലോയ്മെന്റ് യൂസ് ചെയ്ത് റെഫർ ചെയ്യണം. അങ്ങനെ റെഫർ ചെയ്ത് അതിന് മൗണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രൈവറ്റ് രജിസ്ട്രി ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പ്രാക്ടിക്കൽ യൂസ് കേസ് ആണ് ഞാൻ ഈ പറയുന്നത്. സോ ഞാൻ നോക്കട്ടെ, എബിൻ പറഞ്ഞിരുന്നു പറഞ്ഞു. ഓക്കെ, ഞാൻ നോക്കട്ടെ എന്ത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ നോർമലി നിങ്ങളുടെ ലോക്കലിൽ പോർട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ ഐ മീൻ ഇപ്പൊ ഈ ലോക്കൽ ഹോസ്റ്റിൽ നിങ്ങൾ ആ ഒരു പോർട്ട് നിങ്ങൾ ബ്ലോക്ക്ഡ് ആണ്. ഇപ്പൊ റെഫർ ചെയ്യുന്ന പോർട്ട്
ബ്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ IP ടേബിൾസ് അല്ലെങ്കിൽ ലോക്കലിൽ എന്തെങ്കിലും ഫയർവാൾ റൂൾസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വൈറ്റ്ലിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും റൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ആക്സസ് ചെയ്തു എന്ന് മാത്രം. അത് സ്പെസിഫിക് യൂസ് കേസ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ വേറെ ഇപ്പൊ നിങ്ങൾ റെഫർ ചെയ്യുന്ന പോർട്ടിനെ ഇതിൽ ലോക്കലിൽ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ക്ലയന്റിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ there is no issues, you can access anything. So that's it. അതല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും എനിക്ക് എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഇനി എന്ത് യൂസ് കേസിലാണ് ഇന്നലെ പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ ആ ചോദ്യം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ എബിനോ അല്ലെങ്കിൽ ആരെങ്കിലും ആ സെഷനിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. Other than this, any other questions? നമ്മള് ഒരു കോഡിനകത്ത് 2 കണ്ടെയ്നർ യൂസ് ചെയ്യുന്ന സിനാരിയോസ് ഒക്കെ ഇല്ലേ, അത് ആക്ച്വലി എന്തിനാ? ഒരു പോഡിലല്ലേ ചോദിക്കുന്നത്? ഒരു പോഡിൽ ഒരു പോഡില് 2 കണ്ടെയ്നർ ഒക്കെ വരുന്നത്. ഓക്കെ, ഷബീബ് ഇപ്പൊ ചോദിച്ച ആളുടെ പേര് ഷബീബ് എന്നാണോ? അഭിജിത്ത്. അഭിജിത്ത്. ഓക്കെ, ഇപ്പൊ ഒരാള് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് ഒന്ന് ഹാൻഡിൽ ചെയ്യാവോ വെറുതെ? ചോദിക്കുന്ന ആളുടെ കുറി ഒന്ന് ഹാൻഡിൽ ചെയ്യണേ. ഓക്കെ, സോ 2 കണ്ടെയ്നർ വരുന്നത്, നമുക്ക് ഒരു പോഡ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ബൗണ്ടറി ആണ്. ഒരു നെയിം സ്പേസിന്റെ ഉള്ളിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള റിസോഴ്സ് ബൗണ്ടറി എന്നുള്ളതാണ്. ഒരു പോഡ് എന്നതുകൊണ്ട് സിംഗിൾ കണ്ടെയ്നർ ആയിരിക്കണമെന്ന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അതിന് കാരണം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്കൊരു ആപ്ലിക്കേഷൻ കണ്ടെയ്നർ റൺ ചെയ്യാം ഒരു പോഡിന്റെ ഉള്ളിൽ ഇപ്പോ, ബട്ട് അതേ ആപ്ലിക്കേഷൻ നമുക്കൊരു ലോഗ് ജനറേറ്റ് ആകുന്നുണ്ട്. ആ ലോഗിനെ നമുക്ക് വേറൊരു ഒരു ഫയൽ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു എന്താ പറയാ ഒരു ലോഗ് കളക്ടറിലേക്ക് നമുക്ക് ഷിപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു സൈഡ് കാർ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. സോ അപ്പൊ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷന്റെ കണ്ടെയ്നറും സൈഡ് കാർ കണ്ടെയ്നറും അറ്റ് ദ സെയിം ടൈം ആ പോഡിന്റെ ഉള്ളിൽ റൺ ആവും. ഇനി ഇതൊരു യൂസ് കേസ്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ തന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് വേറൊരു എന്തെങ്കിലും കോൺഫിഗറേഷൻ ചേഞ്ചസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനിറ്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കണ്ടെയ്നർ, ഒരു മാനിഫെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. അത് ഡിപ്ലോയ്മെന്റിൽ ഇനിറ്റ് കണ്ടെയ്നർ, ഹൗ ടു ഡിഫൈൻ ഇനിറ്റ് കണ്ടെയ്നർ എന്ന് സെർച്ച് ചെയ്താൽ കുബർനെറ്റിസിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ കിട്ടും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ബട്ട് ജസ്റ്റ് നിങ്ങളുടെ നോളജ് കൊണ്ടാണ്. സോ അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിറ്റ് കണ്ടെയ്നർ ഇസ് എ സ്റ്റാർട്ടപ്പ് കണ്ടെയ്നർ. സോ ഇനിറ്റ് കണ്ടെയ്നറിൽ നമ്മൾ എന്താണോ ഡിഫൈൻ ആ കണ്ടെയ്നറിന്റെ ആക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്, ആ ആക്ഷൻ അത് റൺ ചെയ്ത് ഫിനിഷ് ചെയ്ത് ആ കണ്ടെയ്നർ ഡെഡ് ആവും, അത് എക്സിറ്റ് ആവും. അത് കഴിഞ്ഞിട്ടാണ് ആപ്ലിക്കേഷൻ കണ്ടെയ്നർ സ്റ്റാർട്ട് ആവുള്ളൂ. സോ നമ്മൾ അതിനനുസരിച്ച് ഇപ്പോൾ പ്രോപ്പർ ഒരു പ്രൊഡക്ഷൻ ഡിപ്ലോയ്മെന്റിൽ നമ്മൾ ഇനിറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ മൾട്ടി കണ്ടെയ്നർ ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമ്മൾ ഹെൽത്ത് ചെക്സ് നമ്മൾ പ്രോപ്പറായി ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. എത്ര സമയം ഒരു പ്രോബ് സക്സസ് ആവാൻ എത്ര സമയം വെയിറ്റ് ചെയ്യാം, കണ്ടെയ്നർ എത്ര സമയത്തിനുള്ളിൽ സ്റ്റാർട്ട് ആവും, അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോബ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ പോഡ് ബൂസ്റ്റപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ അപ്പായി വരുന്നത്. ഇതാണ് 2 യൂസ് കേസ്. നെക്സ്റ്റ് പിന്നെ വരുന്നത് പ്രോക്സിങ്. അതും സൈഡ് കാർ തന്നെയാണ്. ഇപ്പൊ സർവീസ് മെഷ് പോലെയുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസ്, എന്തെങ്കിലും നെറ്റ്വർക്ക് ലെയർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പ്രോക്സിങ് അത് ഈ ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ ഇത് റൺ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സൈഡ് കാർ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് മൾട്ടി കണ്ടെയ്നർ യൂസ് കേസസ്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, പറയൂ. ഒരു ചെറിയ ഡൗട്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഡാറ്റാബേസ് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടെയ്നർ ആയിട്ട് തന്നെ ചെയ്യുന്നത് ഔട്ട്സൈഡ് ആയിട്ട് ചെയ്യുന്നതാണോ ബെസ്റ്റ് പ്രാക്ടീസ്? ഡാറ്റാബേസോ? അതെ, ഇറ്റ് ഡിപ്പെൻഡ്സ്. അതിന് കാരണം ഡാറ്റാബേസ് എന്ന് പറഞ്ഞ സാധനം ഒരു സ്റ്റേറ്റ്ഫുൾ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്ഫുൾ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് വേണ്ടി, സ്റ്റേറ്റ്ഫുള്ളും ഉണ്ട് സ്റ്റേറ്റ്ലെസ്സും ഉണ്ട്. സോ ഒരു പെർസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പെർസിസ്റ്റന്റ് ഡിപ്പെൻഡൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നുള്ള ആപ്ലിക്കേഷൻ എല്ലാം സ്റ്റേറ്റ്ലെസ് ആയിരിക്കും. അത് ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ അതിന് വേറെ ഒരു സ്റ്റോറേജ് വേണം, അല്ലെങ്കിൽ
അതിന് വേറെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും റിസോഴ്സിനെ റെഫർ ചെയ്യേണ്ട, ഐ മീൻ സ്റ്റേറ്റ്ഫുൾനെസ് അതിൻ്റെ ഉള്ളിൽ ഒരു കൺസ്ട്രക്ഷൻ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ്ലെസ് ആയിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. ബട്ട് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്ഫുൾ ആപ്ലിക്കേഷൻ, അതിന് നമ്മളൊരു പെർസിസ്റ്റന്റ് സ്റ്റോറേജ് വേണം. അതിന് നമുക്ക് ആ സ്റ്റോറേജിന് നമ്മൾ പ്രോപ്പറായിട്ട് മൗണ്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ആ സ്റ്റോറേജ്, അതിൻ്റെ നെറ്റ്വർക്ക് ഈ കണക്ട് ചെയ്യുന്ന സ്റ്റോറേജിൻ്റെ IOPS എല്ലാം പ്രോപ്പർ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് കൺസ്ട്രെയിൻസ് നമുക്കുണ്ട്. സോ ഈ കൺസ്ട്രെയിൻസ് എല്ലാം മീറ്റ് ചെയ്തിട്ട് ആ ഡേറ്റാബേസിന് ഒരു കണ്ടെയ്നർ ഡിപ്ലോയ്മെന്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വൈ നോട്ട്, വി ക്യാൻ റൺ, നോ ഇഷ്യൂസ്. പക്ഷേ ഒരു അതിന് കുറച്ച് എഫേർട്ട് നമുക്ക് വേണം അതായത് അതിന് ഒരുപാട് ഓപ്പറേറ്റേഴ്സ്, ഓരോ ഡാറ്റാബേസിനും പബ്ലിക്കലി അവൈലബിൾ ആയിട്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഒന്നിൽ നമുക്ക് ആ ഓപ്പറേറ്റേഴ്സും അതിന്റെ കസ്റ്റമർ റിസോഴ്സ് ഡെഫിനിഷൻസ് ഉണ്ട്, അത് യൂസ് ചെയ്ത് റൺ ചെയ്യാം. CRDs എന്ന് പറയും, അങ്ങനെ റൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റോറേജും നെറ്റ്വർക്കും എല്ലാം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സോ അല്ലെങ്കിൽ സ്റ്റേറ്റ്ഫുൾ ഡിപ്ലോയ്മെന്റ് ആയിട്ട് തന്നെയോ ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ഇതിൽ ഓപ്പറേഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാറ്റാബേസ് ക്രാഷ് ആയി അല്ലെങ്കിൽ സ്റ്റേറ്റ്ഫുൾ ആപ്ലിക്കേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യൂ, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാത് റെഫർ ചെയ്തിരിക്കുന്ന സെയിം സ്റ്റോറേജിൽ തന്നെ കണക്ട് ആവണം. അതൊന്ന്. അതേപോലെ ഈ ഡാറ്റാബേസിന്റെ റീസ്റ്റാർട്ട് ടൈമിൽ അല്ലെങ്കിൽ ക്രാഷിംഗ് ടൈമിൽ നമ്മുടെ മെയിൻ ആപ്ലിക്കേഷൻ എന്ത് പറ്റും, DB ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്കൊരു ഡൗൺ ടൈം ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ നമുക്ക് സർവീസ് ലെവൽ അഗ്രിമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ അപ് ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു കൺസ്ട്രെയിൻ ഉണ്ട് നമുക്ക്. ആ കൺസ്ട്രെയിൻ നമുക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലസ്റ്ററിൽ റൺ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ഒരു പ്രോപ്പർ ഒരു എക്സ്റ്റേണൽ ഡാറ്റാബേസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് മാനേജ്ഡ് പ്രൊവൈഡേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ ഡാറ്റാബേസ് സെർവർ ആവാം. ഒരു ക്ലസ്റ്റർ, നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് അലോൺ ക്ലസ്റ്റർ നിങ്ങളുടെ ലോക്കലിൽ ഓടുന്നുണ്ടെങ്കിൽ ആ ക്ലസ്റ്ററിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സോ അങ്ങനെ ഇത് ഓപ്ഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ കൺവീനിയൻസ് ആൻഡ് കൺസ്ട്രെയിൻസ്. ഓക്കെ, ഈ രണ്ട് രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സോ ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, റീസെന്റ് ഇപ്പൊ ഒരു റീജിയണൽ ഇഷ്യൂസ് ഉണ്ടായല്ലോ ബഹ്റൈൻ ആൻഡ് മുംബൈ. അറ്റ് ടൈം ഒരു ക്ലയന്റ് അവരിങ്ങനെ ക്ലസ്റ്ററിലാണ് ഡാറ്റാബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നമുക്ക് അതെ കറക്റ്റ്. അപ്പോൾ നമുക്ക് ആക്സസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഡാറ്റാബേസിന് ഡാറ്റ എടുക്കാൻ യാതൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. സോറി, ഞാനിത് കേട്ടില്ല, ഒന്നും കൂടെ പറയാം. ലാസ്റ്റ് പറഞ്ഞു. വേറെ വെണ്ടേഴ്സ് ആയിരുന്നു ഇത് അവർക്ക് ഇനീഷ്യലി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഡാറ്റാബേസ് അവർ ക്ലസ്റ്റർ ആയിട്ട് തന്നെയാണ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഡാറ്റ നമുക്ക് എടുക്കാൻ പിന്നെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡിപ്ലോയ്മെന്റ്.yaml ഫയലൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്തത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഓക്കെ, അതൊരു നല്ല യൂസ് കേസ് ആണ്. കാരണം റീജിയണൽ ഈ നമ്മൾ ഓൺ പ്രൈം അല്ലെങ്കിൽ ക്ലസ്റ്ററിൽ ഡിപ്ലോയ് ചെയ്യുന്ന ഡാറ്റാബേസ് ജസ്റ്റ് സിംഗിൾ റീജിയൻ ഡിപ്പെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഫസ്റ്റ് അതിന്റെ ഡോക്യുമെന്റേഷൻ പ്രോപ്പർ ആയിരിക്കണം. അതിന്റെ സെറ്റപ്പിനെ കുറിച്ചുള്ള ഡോക്യുമെന്റേഷൻ പ്രോപ്പർ ആയിരിക്കണം. ആ സെറ്റപ്പിനെ കുറിച്ചുള്ള ഡോക്യുമെന്റേഷൻ പ്രോപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഡിഗ് ചെയ്യേണ്ടി വരും. സോ പക്ഷെ നമ്മൾ ഇത് റൺ ചെയ്യുന്ന ക്ലസ്റ്റർ നിങ്ങൾക്ക് ആക്സസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇറ്റ്സ് എ ഡിസാസ്റ്റർ, റൈറ്റ്. നമുക്കത് ആക്സസ് ചെയ്ത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇതെവിടെ കണക്ട് ചെയ്യുന്നുണ്ട്, ഈവൻ നമ്മുടെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എപ്പോഴും മൾട്ടി റീജിയൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ സ്ലേവ് റിപ്ലിക്ക എന്നുള്ള ഒരു മോഡിൽ ഡിപ്ലോയ് ചെയ്യുക, അതാണ് അതിന്റെ ബെറ്റർ അപ്രോച്ച്. കാരണം ഇൻ കേസ് അപ്പൊ നിങ്ങളുടെ റൈറ്റ് ഓവർഹെഡ് എപ്പോഴും മാസ്റ്ററിൽ കൊടുക്കുക, റീഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് അതിന് റിപ്ലിക്കേസിൽ കൊടുക്കുക. അപ്പൊ അതിൽ രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്ററിന് റീഡ് ക്വറീസിന്റെ ഓവർഹെഡ് ഉണ്ടാവില്ല. സോ ജെനുവിൻ റൈറ്റ് ക്വറീസ് മാത്രമേ മാസ്റ്ററിലേക്ക് പോകുന്നുള്ളൂ. ആപ്ലിക്കേഷൻ റീഡ് ചെയ്യുന്നതെല്ലാം സെയിം ഡാറ്റാബേസ് നമ്മൾ റിപ്ലിക്കേഷൻ നടത്തി സ്ലേവ് റിപ്ലിക്കയിൽ കിട്ടുന്നുണ്ടാവും. അപ്പൊ നമ്മൾ സ്ലേവിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാം. ഇൻ കേസ് നമുക്ക് ഈ മാസ്റ്റർ ഡൗൺ ആയാൽ പോലും ആപ്ലിക്കേഷൻ റീഡിങ് നടക്കും, റൈറ്റിംഗ് ആയിരിക്കും ഫെയിൽ ആവുന്നത്. സോ നമുക്കൊരു ഡൗൺ ടൈം അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റിപ്ലിക്കേനെ വേണമെങ്കിൽ മാസ്റ്ററായിട്ട് അപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. അതൊരു യൂസ് കേസ്. പിന്നെ ഈ ഓപ്പറേറ്റർ മോഡിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്ഫുൾ സെറ്റ് ഡിപ്ലോയ്മെന്റ് അത് സിംഗിൾ റീജിയൻ ക്ലസ്റ്ററിൽ വന്നു കഴിയുമ്പോൾ ഇതും ഒരു കൺസ്ട്രെയിൻ ആണ്. ഇതിന്റെ സ്റ്റോറേജ് ഡൗൺ ആവുമോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡൗൺ ആവുമോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ആ രീതിയിൽ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
ഒരു എന്താ പറയുക, നമുക്ക് അതിന്റെ നമ്മളെ എഗ്രിമെന്റ്സ്, നമ്മുടെ സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അതിൽ ഞാൻ ഈ ഓപ്പറേറ്ററിൽ ചെയ്യുമ്പോൾ മൾട്ടി റീജിയൻ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഈ മൾട്ടി മാസ്റ്റർ അല്ലെങ്കിൽ മാസ്റ്റർ സ്ലേവ് റിപ്ലിക്ക എന്നുള്ളത് ഓൺ പ്രൈമിലും, പിന്നെ ക്ലൗഡിൽ നമ്മുടെ AWSലാണ് RDS മൾട്ടി അവൈലബിലിറ്റി സോൺ, RDS മൾട്ടി അവൈലബിലിറ്റി സോൺ റീഡിപ്ലിക്ക, RDS ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്ററിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സിംഗിൾ ലൊക്കേഷൻ ക്ലസ്റ്ററിലാണ്. അതാണ് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ്. മൾട്ടി റീജിയൻ ഓപ്ഷൻസ് ഉണ്ട്. അത് ഇപ്പം എന്താ പറയുക, നമ്മൾ കണ്ടെയ്നറൈസ്ഡ് അല്ലെങ്കിൽ പോലും നോർമൽ ഒരു സ്റ്റാൻഡ് അലോൺ സെർവർ ആയിട്ടാണെങ്കിൽ അതിന്റെ മേളിൽ നമുക്കൊരു SQL പ്രോക്സി, ഇപ്പൊ SQL ഡാറ്റാബേസ് ആണെങ്കിൽ ആ DBക്ക് കറസ്പോണ്ടിങ്, അല്ലെങ്കിൽ NoSQL ആണെങ്കിൽ ആ DBക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോക്സി ലോഡ് ബാലൻസർ പോലെ വെച്ചിട്ട് മൾട്ടി ഉദ്ദേശിക്കുന്നത്, അതോ ഏതാ പ്രോക്സി ആയിട്ട് നമ്മൾ നെറ്റ്വർക്ക് ലോഡ് ബാലൻസർ ആണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, ഞാൻ നെറ്റ്വർക്ക് ലോഡ് ബാലൻസർ എന്നല്ല, നിങ്ങൾ SQL പ്രോക്സി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. SQL, അതായത് ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മോഡൽ പ്രോക്സീസ് ഉണ്ട്. നമുക്ക് ആ പ്രോക്സിയുടെ താഴെ മൾട്ടിപ്പിൾ ഡാറ്റാബേസ്, നമുക്ക് ഡാറ്റാബേസ് സെർവേഴ്സ് കണക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന കണക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞ SQL പ്രോക്സിയുടെ എൻഡ് പോയിന്റ് ആയിരിക്കും. സോ ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്ന ക്വറീസ് എല്ലാം ഈ പ്രോക്സിയിൽ വന്നിട്ട് പ്രോക്സി ആയിരിക്കും അണ്ടർലൈൻ ഡാറ്റാബേസ് സെർവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് പോലെ ആയിരിക്കും അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല പ്രോക്സി എന്ന് പറയുന്നത്? പ്രോക്സി എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ലൈക്ക് എ ലോഡ് ബാലൻസർ. നമ്മൾ LBയുടെ താഴെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ സെർവേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണോ സെയിം, ഏകദേശം അതേ ഒരു മോഡൽ തന്നെ. പിന്നെ ബാക്കി IP ഡാറ്റാബേസിന്റെ ഒപ്റ്റിമൈസേഷൻ അല്ല നമ്മൾ ഡാറ്റാബേസ് സെർവേഴ്സിൽ ചെയ്യണമെന്ന് മാത്രം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, deploying MongoDB database in AWS. Okay, Atlas is good for latency. MongoDB നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്ന MongoDB in AWS എന്ന് പറയുമ്പോൾ എങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്? AWSൽ സ്റ്റാൻഡ് അലോൺ സർവീസ് ആയിട്ട് MongoDB ഉണ്ടോ? ഞാൻ ഒരു മിനിറ്റ്, അറ്റ്ലസ് എനിക്കറിയാം, അറ്റ്ലസ് യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കോട്ടെ. RDS MongoDB സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു. ഇല്ല, RDS റിലേഷണൽ ഡാറ്റാബേസ് ആണ്. അത് Postgres, MySQL അങ്ങനെയുള്ള കാര്യങ്ങൾ വരത്തുള്ളൂ. ഇത് MongoDB RDS SQL ഡാറ്റാബേസ് ആണ്. MongoDB NoSQL അല്ലേ? സോ MongoDB ഇതിൽ ഈ വേറെ SaaS പ്രൊവൈഡേഴ്സ് വെച്ചിട്ടുള്ള സർവീസസ് ഉണ്ട്. പിന്നെ MongoDB കോമ്പാറ്റബിൾ ആയിട്ടുള്ള ആമസോൺ ഡോക്യുമെന്റ് DB എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട് ആമസോണിൽ. സോ അത് നിങ്ങളുടെ പർപ്പസിന് കോമ്പാറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സർവീസ് യൂസ് ചെയ്യാം. അത് ആമസോണിന്റെ ഓൺ സർവീസ് ആണ്. ഇപ്പൊ DynamoDB പോലെ ആമസോൺ ഡോക്യുമെന്റ് DB എന്ന് പറഞ്ഞാൽ MongoDB കോമ്പാറ്റബിൾ എന്നാണ് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് ഡിഫറെന്റ്. അറ്റ്ലസ് പോലെ തന്നെ വേറെ MongoDBയുടെ ഒഫീഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവര് ഇതിലെ നിങ്ങളുടെ AWS അക്കൗണ്ടിലേക്ക് അവരുടെ സർവീസിനെ ഡിപ്ലോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓപ്ഷൻസ് ആർ ദേർ. ലേറ്റൻസി ഡിപ്പെൻസ്, ലേറ്റൻസി എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം ആമസോൺ ഡോക്യുമെന്റ് DB ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് VPCക്കുള്ളിൽ തന്നെ ആയിരിക്കും ആ സർവീസ് ഡിപ്ലോയ് ആവുന്നത്. സോ ലേറ്റൻസി വിൽ ബി എന്താ പറയുക, വെരി മിനിമൽ. നിങ്ങളുടെ പ്രൈവറ്റ് VP നമ്മുടെ ലോക്കൽ ലാനിൽ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് VPCക്കുള്ളിലായിരിക്കും ഡോക്യുമെന്റ് DB ഡിപ്ലോയ് ആവുന്നത്. പക്ഷേ അതേ നമ്മൾ ഈ സർവീസ് പ്രൊവൈഡേഴ്സിനെ യൂസ് ചെയ്താലും നമ്മളുടെ സെയിം VPCക്കുള്ളിൽ കിട്ടുമെന്നുണ്ടെന്ന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റൻസി ലെസ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിന്റെ സർവീസ് മെയിൻ്റെനൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നത് സർവീസ് ലോഗിൽ എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡറുമായിട്ടായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. സോ ഇൻ കേസ് ക്ലസ്റ്റർ അപ്ഡേറ്റ് അല്ലെങ്കിൽ വേർഷൻ മെയിൻ്റെനൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മേ ബി നമുക്ക് ജസ്റ്റ് മൗസ് ക്ലിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പീരിയോഡിക് അപ്ഡേറ്റ്സിന്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നത്. സോ ആ സമയത്ത് നമ്മൾ ഈ വെൻഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് മാത്രം. Sorry, any questions? Any more? Welcome.
ഓക്കെ, ഈ ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജീസ് ഒന്ന് പറയാമോ? ലൈക്ക് ഏതാ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ് ആ സ്ട്രാറ്റജീസ്, അതായത് ആ മനസ്സിലായി. ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും എന്താ പറയാ, ബൈ ഡിഫോൾട്ട് എല്ലാം റോളിംഗ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഐ മീൻ അവൈലബിൾ, എല്ലാവരും ചെയ്യുന്നല്ല, ബൈ ഡിഫോൾട്ട് അവൈലബിൾ ആണ്. സോ റോളിംഗ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ അവൈലബിൾ ആയിരിക്കുന്ന റിപ്ലിക്കാസിനെ അതൊരു പുതിയ ആപ്ലിക്കേഷന്റെ വേർഷൻ വന്നു കഴിയുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് പോകുന്നു. അതിന് നമുക്ക് കൺസ്ട്രെയിൻസ് ഡിഫൈൻ ചെയ്യാം. ഇപ്പം 1/1 ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടീഷൻസ് വെച്ച് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഓഫ് ആപ്ലിക്കേഷൻസ് മൾട്ടി റിപ്ലിക്ക ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 ഉണ്ടെങ്കിൽ അതിന്റെ 80% റീപ്ലേസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ 10ന്റെ 8 വരും, ബാക്കി 2 അതിൽ റൺ ചെയ്യും. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യുന്ന പോഡ് ഡിസ്ക്രിപ്ഷൻ ബജറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റിസോഴ്സ് ഉണ്ട് കുബർനെറ്റിസിൽ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എന്ത് കേസിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടായാലും, ഐ മീൻ എന്ത് കേസിൽ നോഡ് ഫെയിലറോ അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് അപ്ഗ്രേഡോ അങ്ങനെ ഇപ്പൊ ഡിപ്ലോയ്മെന്റ് പുതിയൊരു റിലീസ് ഡിപ്ലോയ്മെന്റ് വന്നാൽ പോലും എപ്പോഴും ഒരു പോഡ് ഡിസ്ക്രിപ്ഷൻ ബജറ്റിൽ നമ്മൾ എത്രയാണോ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് അത്രയും നമ്പർ ഓഫ് പോഡ്സ് ആ ആപ്ലിക്കേഷൻ റിപ്ലിക്കാസ് ആ ആപ്ലിക്കേഷൻ റൺ ആയിക്കൊണ്ടിരിക്കണം എന്നൊരു കൺസ്ട്രെയിൻ നമുക്കവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതൊരു മെത്തേഡാണ്. അപ്പൊ അതാണ് റോളിംഗ് ഡിപ്ലേറ്റ്. ഐ മീൻ രണ്ടും രണ്ട് ടൈപ്പ് റിസോഴ്സ് ആണ്, പക്ഷെ ഇതൊരു കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് മാത്രം. സോ റോളിംഗ് അപ്ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനറി ഉണ്ട്, പിന്നെ ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിപ്ലോയ്മെന്റ് ഉണ്ട്. സോ കാനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കാനറി നമ്മൾ എന്താ പറയാ, ഇപ്പം നമ്മൾ ഒരു ഓൾറെഡി ഒരു സെറ്റ് ഓഫ് ഒരു വേർഷൻ ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്തു. അതിനൊരു സെറ്റ് ഓഫ് നമ്പർ ഓഫ് റിപ്ലിക്കാസ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് പുതിയ വേർഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യണം. സോ അതിൽ നമുക്ക് കാനറിയിൽ നമുക്ക് സിനാരിയോസ് വെച്ച് കൊടുക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രാഫിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പം ആദ്യം നമ്മൾ ഒരു 20% ട്രാഫിക് പുതിയ ആപ്ലിക്കേഷനിലേക്ക് കൊടുക്കുക. സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും സ്കെയിൽ അപ്പ് ചെയ്യുക. നമുക്ക് ടൈം ഇന്റർവൽ വെച്ച് കൊടുക്കാൻ പറ്റും. സോ നമ്മളൊരു ഫുള്ള് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടൈം ഇന്റർവെല്ലിൽ അതിലേക്ക് വരുന്ന ട്രാഫിക് ഫുള്ളി കംപ്ലീറ്റ് ആയി ഫുള്ളി സർവീസ് ആ ആപ്ലിക്കേഷൻ സെർവ് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾഡ് സെറ്റ് ഓഫ് വേർഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു പുതിയത് വെച്ചിട്ട്. അതാണ് കാനറി. ഇനി ബ്ലൂ ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാരലി റൺ ചെയ്യും. സോ ഓൾറെഡി നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ബ്ലൂ ടൈപ്പ് ആപ്ലിക്കേഷൻ ഗ്രീൻ ടൈപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ ഗ്രീൻ സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്മൾ റൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പുതിയ ആപ്ലിക്കേഷൻ നമ്മൾ വന്നു കഴിയുമ്പോൾ അതിനെ ബ്ലൂ ലേബൽ വെച്ചിട്ട് നമ്മൾ അതിനെ അപ്പ് ചെയ്യും, ആപ്ലിക്കേഷൻ അപ്പ് ചെയ്യും. സോ ആപ്ലിക്കേഷൻ അപ്പ് ചെയ്തിട്ട് നമ്മൾ ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് രണ്ടിന്റെ റെസ്പോൺസ് നോക്കുന്നു. എന്നിട്ട് ഇത് ഓക്കെ ആണ്, ബ്ലൂ പ്രോപ്പറായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്, ഗ്രീനിനെ റീപ്ലേസ് ചെയ്യാം. ഇതൊരു സക്സസ്ഫുൾ ക്രൈറ്റീരിയൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഗ്രീനിനെ ബ്ലൂ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ടോട്ടലി ബ്ലൂവിന്റെ ലേബൽ ഒന്നിൽ ഗ്രീനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ ഈ ലേബൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ഇതാണ് കോമൺ ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജീസ്. ഞാൻ വേറെ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇത് ഈ 3 ടൈപ്പാണ് മെയിൻ ആയിട്ടും ഉള്ളത്. പിന്നെ റിക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. റിക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിൽ റോളിംഗ് അപ്ഡേറ്റിന്റെ കൂടെ തന്നെയാണ് ഞാൻ പറഞ്ഞു പോയത്. റിക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടലി ജസ്റ്റ് റീപ്ലേസ് ദ ആപ്സ് എന്നുള്ളതാണ്. ഡിപ്ലോയ് ചെയ്യുന്നു, പുതിയ വേർഷൻ വരുന്നു, പഴയ ജസ്റ്റ് ഡയറക്റ്റ് റീപ്ലേസ് ചെയ്യുന്നു. റോളിംഗ് ആകുമ്പോൾ 1/1 ആയിട്ട് ഓരോ സെറ്റ് അല്ലെങ്കിൽ ഓരോ നമ്പർ ഓഫ് റിപ്ലിക്ക വെച്ച് റീപ്ലേസ് ചെയ്ത് പോകും അങ്ങനെ. പിന്നെ ബാക്കിയുള്ളത് ബ്ലൂ ഗ്രീൻ. പിന്നെ ബ്ലൂ ഗ്രീൻ എന്ന് പറയുമ്പോൾ അത് ഇപ്പം ലോഡ് ബാലൻസറിന്റെ അണ്ടറിൽ എന്നുള്ളതാണ് പറയുന്നത്. നമുക്കത് കുബർനെറ്റിസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് ടൈപ്പ് യൂസ് ചെയ്ത് നമ്മളത് ഡിപ്ലോയ് ചെയ്തിട്ട് പോകുന്നു മാത്രം. സെലക്ട് അതിൽ ഈ അതിന്റെ പോർട്സിനെ ലേബൽസ് വെച്ച് സെലക്ടർ വെച്ച് നമ്മൾ മാപ്പ് ചെയ്യുന്നതുകൊണ്ട് അത് അവിടെ നമ്മൾ ആ ലെയറിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യും. കാനറി ഇതാണ് ട്രാഫിക് 10% എന്താ പറയുക, ഒരു ട്രാഫിക് എക്സ്പോഷർ വെച്ചിട്ട് 5 to 10% എക്സ്പോസ് ചെയ്യുന്നു. എത്ര ടൈമിനുള്ളിൽ ഇത്ര ട്രാഫിക് എന്നുള്ള രീതിയിൽ എക്സ്പോസ് ചെയ്ത് കറക്റ്റ് പ്രോപ്പർ 100% റീച്ച് ഔട്ട് ആയി കഴിയുമ്പോൾ ഓൾഡ് വേർഷൻ റീപ്ലേസ് ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജീസ്.
Any further questions? ലൈക്ക് ആ ട്രാഫിക് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഏത് അതായത് ഇപ്പൊ പുതിയ വേർഷനില് എത്ര ഓക്കെ പേഴ്സന്റ് ട്രാഫിക്? അത് പല മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ ആർഗോ സി ഡി എന്ന് പറയുന്ന ഒരു ആർഗോ സി ഡി റിലീസ് മാനേജ്മെന്റിൽ ആർഗോ സി ഡി എന്ന് പറയുന്ന ടൂളിലെ ഫ്ലെക്സ് പോലത്തെ ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആർഗോയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്ലെക്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടില്ല. ആർഗോയിൽ ആർഗോ വർക്ക് ഫ്ലോസ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് ഒരു CRD ഉണ്ട്. ഐ മീൻ ഒരു കമ്പോണന്റ് ഉണ്ട്. ഈ ആർഗോ വർക്ക് ഫ്ലോസ് വെച്ചിട്ട് നമുക്ക് അതിന്റെ മാനിഫെസ്റ്റ് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന്റെ ഈ കൺസ്ട്രെയിനും കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊരു മോഡലാണ്. അതാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത് അതിലാണ്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഈ സർവീസ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സർവീസ് മെഷീന്റെ എന്താ പറയുക, സർവീസ് മെഷീന്റെ ക്യാപ്പബിലിറ്റീസ് വെച്ചിട്ട് നമുക്ക് ട്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് 2 മോഡലാണ് എനിക്ക് അറിയുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ കാര്യം കമ്മ്യൂണിറ്റിയുടെ കൂടെ തുടക്കം തൊട്ടുള്ള ഒരാളാണ്. ഒരുപാട് നാൾ കൂടിയാണ് സെഷൻ എടുക്കുന്നത്. ജോലിയുടെ കാര്യങ്ങളും എല്ലായിട്ട് തിരക്കായിരുന്നുകൊണ്ട്. സോ ഇങ്ങനെ ഒരു ചാൻസ് തന്നതിനും താങ്ക് യു. പിന്നെ ജോയിൻ ചെയ്ത എല്ലാവർക്കും, സാറൊന്നുമില്ല, എല്ലാവരും പേരാണ് സിബിൻ. സാറൊക്കെ പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ കൺസെപ്റ്റ് ആണ്, അതിലൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. സോ പേര് സിബിൻ. സോ പിന്നെ ഇത്രയും നേരം പറഞ്ഞ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് കേട്ടതിന് നന്ദി. പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മളുടെ ഹാൻഡ്സ് ഓൺ സെഷൻസിനും നോർമൽ സെഷൻസിനും ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരുന്നെന്ന് വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾ കേട്ടപ്പോ എനിക്കും തോന്നി എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അപ്പോ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. വളരെ നല്ലൊരു ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സിബിൻ ചേട്ടാ, ആൻഡ് താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ടുഡേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചാറ്റിൽ ഫോളോ അപ്പ് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ട്. പിന്നെ അരട്ടയില് ഉണ്ടെന്ന് തോന്നുന്നു. വരദേനെ ഇതില് അറ്റൻഡ് ചെയ്തിരിക്കുന്നവർക്ക് ഒന്നുകിൽ ഡെവോപ്സ് മലയാളത്തിന്റെ മെയിലിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ചാറ്റിന് ആക്സസ് ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടെന്ന് വിചാരിക്കും. അല്ലേ വെറുതെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. എല്ലാവരെയും വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് അതിൽ ചോദിച്ചാൽ ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വളരെ നന്ദി. ഞാൻ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തെറ്റുകൾ ഉണ്ടാവാം, നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല. പിന്നെ ആ ടൈമിൽ മൈൻഡിൽ വരുന്നത് വെച്ചിട്ടും പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.